തരി അഥവാ റവ വെച്ചിട്ട് നല്ലൊരു സ്വീറ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിൽ തേങ്ങയും പാലും ഒക്കെ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതില്ലെങ്കിൽ ഇതുപോലെ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയാണ്. ഒരു വലിയ തേങ്ങ മുഴുവൻ ചിരകി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നമുക്ക് മിക്സിയുടെ ഒരു പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. കൂടുതൽ പൊടിഞ്ഞു പോകരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. തേങ്ങ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യുക. കൂടുതൽ ബ്രൗൺ കളറായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട. തേങ്ങ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. കാരണം നമ്മളിത് ഇതുപോലെ ഫ്രൈ ചെയ്യാതെ സ്വീറ്റിൽ ചേർക്കുകയാണെങ്കിൽ ആ സ്വീറ്റ് പെട്ടെന്ന് കേടായി പോകും. കാരണം തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് തേങ്ങ ചേർക്കുകയാണെങ്കിൽ കുറേ ദിവസം അത് കേടാവാതെ ഇരിക്കും. അപ്പോൾ ഈ തേങ്ങയിൽ വെള്ളമൊക്കെ മുഴുവൻ വറ്റി തേങ്ങ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ മതി. കൂടുതൽ ബ്രൗൺ കളറൊന്നും ആക്കി എടുക്കണ്ട. അപ്പോൾ വെള്ളമൊക്കെ മുഴുവൻ വറ്റി കഴിയുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്ക് സ്വീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളിയാണ്. നല്ല അടികട്ടിയുള്ള ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഉരുളി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടികട്ടിയുള്ള പാത്രം എടുക്കുക. ഈ ഉരുളിയിലേക്ക് 1/2 കപ്പ് നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 കപ്പ് റോസ്റ്റ് ചെയ്ത റവയാണ്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താണ്. കൂടുതൽ സമയമൊന്നും വെച്ചിട്ടില്ല. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത റവ 2 കപ്പ്, അതായത് 500 ml റവ ഇതിലേക്ക് ചേർത്തിട്ട് ഈ നെയ്യിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കാം. തേങ്ങ ഞാൻ കുറച്ചിവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്വീറ്റിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനൊക്കെ ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയും റവയും നെയ്യും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഒരുമിച്ച് വറുത്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നല്ലൊരു മണം വരാൻ തുടങ്ങും. തേങ്ങയും റവയൊക്കെ കൂടി നെയ്യിൽ നന്നായിട്ട് മൂത്ത് വന്ന് നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും 1/4 കപ്പ് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതും നിർബന്ധമൊന്നുമില്ല, പഞ്ചസാര മാത്രം ചേർത്താലും മതിയാവും. പക്ഷെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരല്പം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 കപ്പ് പാലാണ് ഞാൻ ചേർക്കുന്നത്. 4 കപ്പ് പാല് ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാലൊഴിച്ചിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങും. കാരണം നമ്മൾ റവയാണല്ലോ ചേർത്തത്. റവ പെട്ടെന്ന് നല്ല കട്ടിയായിട്ട് വരാൻ തുടങ്ങും. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ റവ നല്ല തിക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകാവുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിക്കോളും. നമുക്കിതിലേക്ക് ഈ സമയത്ത് പഞ്ചസാര, അതായത് മധുരം ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം കുറവായിരുന്നു. അപ്പോൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ചേർത്താലും പഞ്ചസാര പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അതുകൊണ്ട് ചേർക്കാൻ മടിക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഇതുപോലെ മറിച്ചിടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഉരുളിയിൽ നിന്നും വിട്ട് വരുന്ന സമയമാകുമ്പോൾ പാകമായിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഉരുളിയിൽ നിന്നും വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം.
അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലേക്ക് മാറ്റാം. ഈ ട്രേയിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഹൽവ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ അമർത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഒരു ട്രേയിലും കൂടി സെറ്റ് ചെയ്യാനുള്ള ഹൽവ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കും കൂടി ഹൽവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാ പൗഡർ കുറച്ച് ഇതിൻ്റെ രണ്ടിൻ്റെയും മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഹൽവ, അതായത് ഈ സ്വീറ്റ് നമുക്ക് നന്നായിട്ട് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ സ്വീറ്റ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ്. അതായത് റവയും തേങ്ങയും പാലും ഒക്കെ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്